തുമ്പമൺ സെൻറ് മേരീസ് കത്തീഡ്രലിലെ പുതിയ ഇടവിഭജനത്തെപ്പറ്റിയും തുടർന്നുള്ള സംഭവവികാസങ്ങളെപ്പറ്റിയും പല വ്യാജ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ നവീകരണ പ്രസ്ഥാനക്കാർ വളച്ചൊടിക്കുന്ന പോലെ സ്വയം ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കുന്നതിനായി ചില വൈദികരും അവരെ പിന്താങ്ങുന്ന ചില കപട സഭാവിശ്വാസികളും ചെയ്യുന്നത് കാണുമ്പോൾ സത്യം മനസ്സിലാക്കിക്കാനുള്ള ആത്മാർത്ഥ ശ്രമത്തിന്റെ ഭാഗമായി ഇതിനെ കണക്കാക്കുക. തുമ്പമൺ സെൻറ് മേരീസ് ഭദ്രാസന ദേവാലയത്തിന്റെ വയലും പടിഞ്ഞാറ് ഭാഗത്തുള്ള ചാപ്പൽ ആ പ്രദേശത്തുള്ള 210ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ആത്മീയ അഭ്യുന്നതിക്ക് വേണ്ടി യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ തുടങ്ങിയ ആധ്യാത്മിക സംഘടനകൾ നടത്തുന്നതിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. സൺഡേ സ്കൂൾ കെട്ടിടമായാണ് അത് ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളുടെയും താല്പര്യം കണക്കിലെടുത്ത് ചാപ്പലായി ഉയർത്തി. 2009 ഫാദർ സജി തറയിലിനെ തവണപ്പട്ടക്കാരനായി നിയമിക്കുന്നവരെ ഏക സഹോദരങ്ങളെ പോലെയാണ് ഇടവകയിലെ 1200 കുടുംബങ്ങളും പെരുമാറിയിരുന്നത്. കുബുത്തിയും ഗ്രൂപ്പ് വഴക്ക് ഉണ്ടാക്കുവാൻ സമർത്ഥനുമായ ഫാദർ സജി തറയിൽ ചുമതലയേറ്റ ദിവസം മുതൽ ആരംഭിച്ച കുതിത്തിരിപ്പുകളുടെ ഫലമായി 2011 ചാപ്പലിൽ വിശുദ്ധ കൂതാശകൾ, അതായത് മാമോദിസ, വിവാഹം തുടങ്ങിയ നടത്തുവാൻ സമ്മതിക്കണം എന്ന് പൊതുയോഗത്തിൽ ചിലർ ആവശ്യപ്പെടുകയും വയലും പടിഞ്ഞാറ് സെന്റ് തോമസ് ചാപ്പൽ ഇടവകയുടെ ചാപ്പൽ മാത്രമായതിനാൽ ചാപ്പൽ കൂതാശ തൽക്കാലം അനുവദിക്കേണ്ടതില്ല എന്ന് പൊതുയോഗം തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ വയലും പടിഞ്ഞാറ് ഭാഗത്തുള്ള 15 അംഗങ്ങൾ അഭിമന്യ ഇടവ മെത്രാപ്പോലീത്തയ്ക്ക് അപ്പീൽ നൽകുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇടവകയുടെ വയലും പടിഞ്ഞാറ് ചാപ്പൽ ഇടവകയായി പ്രഖ്യാപിക്കുന്നതിന് പൊതുയോഗം നടത്തുവാൻ വരുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഇടവ മെത്രാപ്പോലീത്തയുടെ കൽപ്പന പള്ളിക്ക് ലഭിക്കുകയും 2 ഞായറാഴ്ച വിളിച്ചൊല്ലി പൊതുയോഗം ചേരുകയും ചെയ്തു. ഇടവ വിഭജനം എന്ന വിഷയം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാൽ പോലും ഉയർന്നു വരാതിരിക്കെ തീർത്തും അപ്രതീക്ഷിതവും ഏകപക്ഷീയവുമായി 210 ഭവനങ്ങളുള്ള വയലും പടിഞ്ഞാറ് ഭാഗത്തെ ആളുകളുടെ താല്പര്യമറിയാതെ സഭാ കീഴ്വഴക്കങ്ങൾക്ക് വിധമായി ഇടവ വിഭജിക്കുന്നതിന് ഭദ്രാസന നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ മലങ്കര സഭയുടെ നിലനിൽപ്പിനായി അക്ഷീണം എത്തിച്ച സഭാസ്നേഹികളായ തുമ്പോൺകാരുടെ അവകാശമുള്ള കടന്നുകയറ്റമായി കണ്ട് പൊതുയോഗം ഒന്നടങ്കം ഇതിനെ എതിർക്കുകയുണ്ടായി. ഇടവ പൊതുയോഗം ഒറ്റക്കെട്ടാണെന്നും കേവലം 15 പേരുടെയും ഭദ്രാസന സെക്രട്ടറിയുടെയും മേൽ ദുസ്വാതന്ത്ര്യമുള്ള സജി അച്ഛൻ്റെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തിരുമേനി പൊതുയോഗം അവസാനിപ്പിച്ചു. ഇങ്ങനെ ഒരു പൊതുയോഗം നടന്നിട്ടില്ല, ഇതിന്റെ മിനിറ്റ്സും എഴുതേണ്ടെന്ന് തിരുമേനി പൊതുയോഗത്തെ അറിയിക്കുകയും 2 ആഴ്ച വിളിച്ചൊരു നിയമാനുസൃതം നടത്തിയ പൊതുയോഗത്തിന് മിനിറ്റ്സ് എന്നാൽ തന്നെ രേഖപ്പെടുത്തുകയും അതിനുശേഷം പ്രാർത്ഥിച്ചാണ് പിരിയുകയും ചെയ്തത്. തങ്ങളുടെ ഉദ്ദേശം നടക്കാഞ്ഞതിന്റെ വശിയിൽ ഭദ്രാസന നേതൃത്വം ഇടവ മെത്രാപ്പോലീത്തയെ കൊണ്ട് തുമ്പോൺപുഴയുടെ സ്വത്തായ വയലും പടിഞ്ഞാറ് ചാപ്പലിൽ കൂതാശ നടത്തുവാൻ അനുവാദം നൽകിക്കൊണ്ട് ഏകപക്ഷീയമായി കൽപ്പന ഇറക്കി. ഈ അവസരത്തിൽ ഇടവകയിൽ സംജാതമായ വിഷയങ്ങളെപ്പറ്റി പരിശുദ്ധ ബാബാ തിരുമേനിയെ ധരിപ്പിക്കാൻ ഇടവകങ്ങൾ തീരുമാനിച്ചു. വിദേശയാത്രയിലായിരുന്ന പരിശുദ്ധ ബാബാ തിരുമേനി മടങ്ങി വന്ന അന്ന് രാത്രിയിൽ പരുമേനിലെത്തിയ ഇടവ ഭരണസമിതി അദ്ദേഹത്തെ കണ്ടു. ഇടവകയിലെ വിഷയങ്ങൾ കേട്ട് അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചു. മലങ്കര സഭയിൽ ഇപ്പോൾ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരു വിഷയമുണ്ടായാൽ അത് പരിഹരിക്കുകയല്ലാതെ വേണ്ടത്. എറണാകുളം പാലാരിവട്ടം പള്ളി വിഭജിക്കുന്ന സമയത്ത് എതിർപ്പ് എങ്ങനെയാണ് പരിശുദ്ധ ബാബാ തിരുമേനി പരിഹരിച്ചെന്ന് വിശദമായും പറഞ്ഞു. അവസാനം 1 കിലോമീറ്റർ ചുറ്റളവിൽ മാതൃദേവാലയത്തോട് വടക്കടിച്ച് മലങ്കര സഭയിൽ ഒരു പള്ളി വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് തുമ്പോൺ ഭദ്രാസന ദേവാലയപ്പെടുന്ന പരിശുദ്ധ പിതാവ് മടക്കി അയച്ചു. ഇതിനുശേഷം വിശുദ്ധ ബാബാ തിരുമേനി കൽപ്പന അയച്ച് പള്ളി ഭരണസമിതികളെയും ഇടവക വിഭജനവാദികളെയും ദേവലോകത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. ഏകദേശം 4.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾ കൂടി വിഷയത്തിൽ തീർപ്പിനായി പരിശുദ്ധ ബാബാ തിരുമേനി തന്റെ സെക്രട്ടറി അച്ഛനെ കൊണ്ടൊരു കൽപ്പന എഴുതിയുണ്ടാക്കി യോഗത്തിൽ വായിച്ചു. വയലും പടിഞ്ഞാറ് ചാപ്പൽ പള്ളിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഭാഗം കേട്ട് വിഭജനവാദികൾ നേതായി വന്ന സജി അച്ഛൻ ചാടി എഴുന്നേറ്റ് തന്നോടൊപ്പം വന്നവരോട് ചാപ്പലിന്റെ താക്കോൽ വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് ഇറങ്ങി പോരാൻ ആജ്ഞാപിച്ചു. ഇത് കണ്ട് ബാബ അവിടെ വെച്ച് യോഗ അവസാനിപ്പിക്കുകയാണുണ്ടായത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാബാ തിരുമേനി MOC ബാർ CMM ബാർ 479 ബാർ 211 നമ്പറായി ഒരു കൽപ്പന അയച്ചു. അതിൽ വയലും പടിഞ്ഞാറ് ഭാഗത്തുള്ള 100 കുടുംബങ്ങൾ പുതിയ ഇടവയെ അനുകൂലിക്കുന്നുവെങ്കിൽ ഇടവ വിഭജിക്കുവാൻ പൊതുയോഗം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബാബയുടെ കൽപ്പന അനുസരിച്ച് 100 കുടുംബങ്ങൾ വിഭജനത്തെ അനുകൂലിക്കുന്നെന്നറിയുവാൻ ഇടവികാരി, ട്രസ്റ്റി, സെക്രട്ടറി, ആ ഭാഗത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഭവന സന്ദർശനം നടത്തി. ഓരോ വീട്ടിലും ഗൃഹനാഥൻ അദ്ദേഹം സ്ഥലത്തിനെങ്കിൽ ഗൃഹനാഥയുടെ സ്വന്തമായ അഭിപ്രായം രഹസ്യമായി രേഖപ്പെടുത്തി കവറിലിട്ടിച്ച് വികാരി ഏൽപ്പിക്കുകയും ആ കവർ പൊതുയോഗത്തിൽ വെച്ച് പരിശോധിക്കുവാനായിരുന്നു. എന്നാൽ വികാരി മറ്റുള്ളവരും 9 വീടുകൾ കയറി കഴിഞ്ഞപ്പോൾ ബാബാ തിരുമേനി വികാരി KM തോമസ് അച്ഛനെ ഫോണിൽ വിളിച്ച് ഭവന സന്ദർശനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. 30-ൽ താഴെ കുടുംബങ്ങളെ ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യമുള്ള വിഭജനവാദികളുടെ സഭ വിട്ടുപോകുന്ന ഭീഷണിക്ക് സഭാ നേതൃത്വം വഴങ്ങുകയായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനിടയിൽ ഇടവ വിഭജിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ഭദ്രാസന സെക്രട്ടറി ഫാദർ ടൈറ്റസ് ജോർജ് അച്ഛൻ്റെയും സജി തറയിലച്ഛൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഇടവ ജനങ്ങൾ ഭദ്രാസന മെത്രാപ്പോലീത്തയെ കണ്ട് സങ്കടം ഉണർത്തിക്കുവാനായി ബേസിൽ അരമനയിൽ പോയി. ഇവർ ചെന്ന സമയത്ത് ഭദ്രാസന മെത്രാപ്പോലീത്ത സ്ഥലത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭദ്രാസന സെക്രട്ടറി ടൈറ്റസ് അച്ഛനോട് കാര്യങ്ങൾ അവർ ഉണർത്തിച്ചു. എന്നാൽ അദ്ദേഹം തനിക്ക് സഭാതർക്ക വിഷയത്തിൽ ഇടപെടുവാനായി കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന തുമ്പോൺ പള്ളി ഇടവ ജനങ്ങൾ പേസിൽ ഇറങ്ങി വിട്ടുവാൻ തയ്യാറായില്ല. ഈ സമയത്ത് അവിടെ എത്തിയ ചില വൈദികർ ഭദ്രാസന സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിരുന്നു പറഞ്ഞ് സമീപ ഇടവകയിൽ വിശ്വാസികളെയും പത്തനംതിട്ട പ്രദേശത്തുള്ള അക്രൈസ്തരായ പല ഗുണ്ടകളടക്കമുള്ള വ്യക്തികളെയും വിളിച്ചു വരുത്തി. എത്തിച്ചേർന്നവർ ചേരിതിരിഞ്ഞ് സംഘർഷം സൃഷ്ടിക്കുകയും തുടർന്ന് കുത്തിയിരിപ്പ് സമരം നടത്തിയ തുമ്പോൺ ഇടവജനങ്ങളെ തല്ലിച്ചതയ്ക്കുകയും ഉണ്ടായി.
ഇടവ പൊതുയോഗ തീരുമാനമില്ലാതെ പുതിയ ഇടവ് പ്രഖ്യാപിക്കുവാനായി ഭദ്രാസന നേതൃത്വം നീക്കം നടത്തുന്നതായറിഞ്ഞ് വിഭജനത്തെ എതിർക്കുന്ന വയലുപടിഞ്ഞാറ് ഭാഗത്തുള്ള 150ഓളം ഭവനങ്ങളുടെ പ്രതിനിധികളായി 2 അംഗങ്ങൾ അടൂർ മുനിസിപ്പൽ കോടതിയിൽ ഹർജി നൽകി. തുമ്പോൺ പള്ളിയുടെ അംഗങ്ങളായ തങ്ങൾ കൂടി അവകാശപ്പെടുന്ന ചാപ്പലും അനുബന്ധ സ്ഥാപനങ്ങളും തുമ്പോൺ വലിയ പൊതുയോഗത്തിന് തീരുമാനമില്ലാതെ ഇടവ് പ്രഖ്യാപിച്ച് കുറച്ചുപേർക്ക് വിട്ടു നൽകരുത് എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്തു വില കൊടുത്തും തുമ്പോൺ പള്ളി വിഭജിച്ച് അടങ്ങുമെന്ന് വാശി പിടിച്ച ഫാദർ ടൈറ്റസ് ജോർജും അത് തറയിലച്ചനും സംഘവും ഈ ദൗത്യം ഏൽപ്പിച്ച് 4 പട്ടക്കാരെ തുമ്പോണിലേക്ക് അയച്ചു. തങ്ങളുടെ കുശാഗ്രബുദ്ധിക്കും കുബുദ്ധിക്കും തുമ്പോൺ ദേശക്കാർ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ വൈദികർ തുഗ്ലക് രീതിയിലുള്ള അവരുടെ ഭരണം ഉപേക്ഷിച്ച് ബേസിൽ അരമനയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഈ 4 പട്ടക്കാരുടെയും മെയിൻ ആവശ്യമായി തീർന്നു ഇടവ് വിഭജനം. അല്ലെങ്കിൽ തങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റ് എന്ന് ജനങ്ങൾ വ്യാഖ്യാനിക്കുമെന്ന് അവർ മനസ്സിലാക്കി. തുമ്പോൺ വലിയ പള്ളിയുടെ സ്വത്തായ വയലുംപടിഞ്ഞാറ് ചാപ്പലും സ്ഥലവും പള്ളി അറിയാതെ കൃത്രിമ രേഖകൾ ചമച്ച് ഭദ്രാസന നേതൃത്വത്തിലെ ചില കുബുദ്ധികൾ ബാവയുടെ പേരിലാക്കി. ചാപ്പലിലെ ഇലക്ട്രിസിറ്റി കണക്ഷന്റെ അവകാശം മാറ്റിയെടുക്കാനായി പള്ളി ട്രസ്റ്റിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം തുമ്പോൺ പള്ളി ട്രസ്റ്റി ബാവയ്ക്ക് വിട്ടതായി കള്ളപ്രമാണം ചമച്ച് അറിവോ സമ്മതമോ കൂടാതെ വ്യാജ ഒപ്പുകളിട്ടും ബാവയുടെ പേരിലാക്കി. ഭദ്രാസന നേതൃത്വത്തിലെ ചില കുബുദ്ധികളാണ് ഇത് ചെയ്തത്. ഇത് ദൈവത്തിന്റെ കോടതിയിലില്ല, മനുഷ്യന്റെ കോടതിയിൽ പോയാലും ക്രിമിനൽ കുറ്റമല്ലേ? ഇതിന് തുനിഞ്ഞത് നീതിക്ക് നിരക്കുന്നതാണോ? ഇടവകയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിഷ്പക്ഷ താല്പര്യത്തോടെ അതിന് അന്തിമ തീരുമാനമാവേണ്ട ഭദ്രാസന നേതൃത്വം വിഭജനത്തെ അനുകൂലിക്കുന്നവർക്ക് എല്ലാവിധ ഒത്താശയും നൽകി. വയലുപടിഞ്ഞാറ് ഭാഗത്തുള്ളവരുടെ അഭിപ്രായം എന്താണെന്നോ അവർക്ക് പറയാനുള്ളത് എന്താണെന്നോ കേൾക്കാൻ ഒരിക്കൽ പോലും തയ്യാറായില്ല. വിഭജനവാദികൾക്ക് സ്വയം മറന്നും നിലമറന്നും സ്ഥാനം മറന്നും നിയമലംഘനത്തിന് അവർ കൂട്ടുനിന്നു. സ്ഥിതിഗതികൾ ഇത്തരത്തിൽ ഇരിക്കുമ്പോൾ സഭയിൽ ഇടവകൾ പുതുതായി രൂപീകരിക്കുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി തുമ്പോൺ ഭദ്രാസന ദേവാലയ ഇടവ പൊതുയോഗത്തിന്റെ അനുമതിയില്ലാതെ ഭദ്രാസന മെത്രാപ്പൊലീത്ത ക്ലീംസ് തിരുമേനി തുമ്പോൺ ഭദ്രാസന ഇടവകയുടെ അവിഭാജ്യ ഘടകമായ വയലുപടിഞ്ഞാറ് സെന്റ് തോമസ് ചാപ്പലിനെ ഏകപക്ഷീയമായി സ്വതന്ത്ര ഇടവയായി പ്രഖ്യാപിക്കുകയും ചാപ്പൽ ഭാഗത്തുള്ള 210 ഭവനങ്ങളിൽ 170-ലേറെ ഭവനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് വെറും 40-ൽ താഴെ ഭവനങ്ങളുടെ നിർബന്ധത്തിനും അന്നത്തെ തവണപ്പട്ടക്കാരായിരുന്ന ഫാദർ സജി തറയിലിന്റെയും ഫാദർ ജോൺ വർഗീസിന്റെയും ഭീഷണിക്കും വഴങ്ങി 2013 നവംബർ മാസം 15-ാം തീയതി 218/2013 നമ്പറായി ഭദ്രാസന മെത്രാപ്പൊലീത്ത പുറപ്പെടുവിച്ച കൽപ്പനയിലൂടെ സെന്റ് തോമസ് ചാപ്പലിനെ സ്വതന്ത്ര ഇടവയായി പ്രഖ്യാപിച്ചു. പുതിയ ഇടവ് രൂപീകരിക്കുന്നതിന് മാതൃ ഇടവകയുടെ പൊതുയോഗത്തിന് തീരുമാനവും അനുവാദവും വേണമെന്ന നിയമം അറിയാവുന്ന ഭദ്രാസനാധിപൻ തന്റെ കൽപ്പനയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി. വിവിധ ഘട്ടങ്ങളിൽ ഇടവ വികാരിയും സഹവികാരിമാരും തുമ്പോൺ ഭദ്രാസന പള്ളിയുടെ ഇടവകാംഗങ്ങളുമായി സംസാരിച്ച് ഇടവ വിഭജനത്തിൽ അഭിപ്രായൈക്യം ഉണ്ടാക്കിയിട്ടുള്ളതും തുടർന്ന് 2 പ്രാവശ്യം കൂടിയ ഇടവ മാനേജിംഗ് കമ്മിറ്റി യോഗം അതനുസരിച്ച് തീരുമാനമെടുത്തിട്ടുള്ളതുമാണ്. 2013 ഒക്ടോബർ മാസം 13-ാം തീയതി കൂടിയ ഇടവ പൊതുയോഗം ഈ സംഗതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ഇടവ മെത്രാപ്പൊലീത്തയും സഭാ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ധാരണയാകുകയും ചെയ്തിട്ടുള്ളതാണ് ആ കൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അസത്യമാണെന്നും 100% കള്ളവുമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യാജ പ്രസ്താവന തിരുമേനിയെ കൊണ്ട് കൽപ്പനയിൽ ചില ഭദ്രാസന നേതൃത്വത്തിലിരിക്കുന്ന ചില വൈദികർ എഴുതി ചേർപ്പിച്ചത്. ഇങ്ങനെയൊന്നും തുമ്പോൺ ഭദ്രാസന ദേവാലയ പൊതുയോഗം തീരുമാനിക്കുകയോ മാനേജിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയോ ഇടവകയിൽ അഭിപ്രായ ഐക്യം വിഭജനവാദികളുമായി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലാത്തതാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അഭിനന്ദ തിരുമേനിയെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചത് ആരെ കബളിപ്പിക്കുവാനായിരുന്നു? ദൈവത്തെയോ അതോ ജനങ്ങളെയോ? വിശുദ്ധിയുടെ അതിവിശ്വസ്ത എന്ന് വിശേഷിപ്പിക്കുന്ന തീയൊള്ളിയും അദ്ഭുത തീ തന്നെ വിശ്വസിക്കുകയും വിശ്വാസികളെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘം പുരോഹിതരുടെ കുബുദ്ധികളുടെ ഫലമായാണ് ഇങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 2013 ഡിസംബർ 1-ാം തീയതി നിയമാനുസരണം 2 ആഴ്ച പള്ളിയിൽ വിളിച്ചു ചേർത്ത് കൂടിയ ജനനിബിഡമായ പൊതുയോഗത്തിൽ വിഭജന കൽപ്പനയ്ക്കെതിരെ മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് അപ്പീൽ നൽകണമെന്നും അവിടെ നിന്ന് നീതി ലഭിക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കണമെന്നും ഐക്യകണ്ഠന തീരുമാനിച്ചു. മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് അപ്പീൽ നൽകി 2 മാസങ്ങൾക്ക് ശേഷം കത്തിലൂടെ വിഷയം ഓർമ്മിപ്പിച്ചിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അടൂർ മുനിസിപ്പൽ കോടതിയിൽ ഇടവക കേസ് ഫയൽ ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ കാര്യങ്ങൾ അനുകൂലമെന്ന് മനസ്സിലാക്കി ഇടവ മെത്രാപ്പൊലീത്ത ഡിസംബർ 1-ാം തീയതി നിയമാനുസരണം കൂടിയ പൊതുയോഗം അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അടൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണം ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഭാ ഭദ്രാസന നേതൃത്വങ്ങളുടെ പിടിപ്പുകേടല്ലാതെ മറ്റെന്താണ്? ഈ പശ്ചാത്തലത്തിലാണ് കത്തീഡ്രലിലെ പുതുക്കിയ ഇടവ രജിസ്റ്ററിൽ പ്രകാരം സജീവ അംഗമായ ശ്രീമതി ഏലിയാമ്മ വർഗീസ് നിര്യാതയായത്. അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്ന മകനും കുടുംബവും നവീകരണ വിശ്വാസിയും തൊട്ടടുത്ത് താമസിക്കുന്ന മകൻ ഇടവ വിഭജനവാദിയായതുകൊണ്ട് ആ മൃതശരീരം വെച്ച് വിലപേശുവാൻ അമ്മച്ചിയുടെ മക്കൾക്കും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കൈകൊട്ടിച്ചിരിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന കുശാഗ്ര ബുദ്ധിക്കാരായ വിഭജനവാദികൾക്കും അവസരം ലഭിച്ചു. ഈ അമ്മച്ചിയുടെ മൃതശരീരം ഇടവ സെമിത്തേരിയിൽ അടക്കം ചെയ്യുവാൻ തുമ്പോൺ കത്തീഡ്രൽ തയ്യാറായിരിക്കെ ചാപ്പൽ ചുമതലയുള്ള വൈദികരുടെ നേതൃത്വത്തിൽ അടക്കുവാൻ സെമിത്തേരി തുറന്നു കൊടുക്കണമെന്ന് കാണിച്ച് ഇടവ മെത്രാപ്പൊലീത്ത കൽപ്പന അയക്കുകയും ചെയ്തു. ഇടവ വിഭജനം അംഗീകരിക്കാത്തതിനാലും പരേത ഇടവാംഗമായതിനാലും ഇടവപ്പള്ളി അറിയാതെ സെമിത്തേരിയിൽ സംസാരിക്കാൻ തടയണമെന്നാവശ്യപ്പെട്ട് അടൂർ മുനിസിപ്പൽ കോടതിയിൽ നിരോധന ഉത്തരവിനായി ഇടവക അന്യായം ഫയൽ ചെയ്തു. അതേസമയം തുമ്പോൺ പള്ളിയുടെ അനുമതി കൂടാതെ സംസ്കാരം നടത്തുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ വിഭജനവാദികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അന്നേ ദിവസം തന്നെ കത്തീഡ്രലിൽ കൊടുത്ത കേസിൽ അടൂർ മുനിസിപ്പൽ കോടതിയിൽ പള്ളിയുടെ അനുവാദം കൂടാതെ സെമിത്തേരിയിൽ സംസ്കാരം നടത്തുന്ന നിരോധിച്ച ഉത്തരവായി. ഈ ഉത്തരവിനെതിരെ വിഭജനവാദികൾ അടൂർ കോടതിയിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്തു. വിശദമായി 2 കക്ഷികളുടെയും വാദം കേട്ട ശേഷം അടൂർ കോടതി
കത്തീഡ്രലിന് വിധി പുറപ്പെടുവിക്കുകയും ഹൈക്കോടതി ആ വിധി ശരിവെക്കുകയും ചെയ്തു. ആ വിധി ഇപ്രകാരമായിരുന്നു: തുമ്പോൺ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെയും സെമിത്തേരിയിലെയും സംസ്കാര ശുശ്രൂഷകൾ കത്തീഡ്രൽ വികാരി നടത്തണമെന്നും. 2. വയലമണിഞ്ഞാറ് സെന്റ് തോമസ് പള്ളിയിലെ അച്ഛന് താൽപ്പര്യമുള്ള വർഷം കത്തീഡ്രലിലെയും സെമിത്തേരിലെയും ശുശ്രൂഷകൾ പങ്കെടുക്കാമെന്നും. 3. സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെയും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നും. 4. കത്തീഡ്രലിലെ കൽറ ഫീസ് പരേതയുടെ ബന്ധുമിത്രാദികൾ അടയ്ക്കണം എന്നുമായിരുന്നു. 2015 മാർച്ച് 27 വന്ന അടൂർ മുൻസിഫ് കോടതിയുടെ ഈ വിധി കുബുദ്ധികളായ ഇടവിഭജനവാദികൾക്കും ഭദ്രാസന നേതൃത്വത്തിനും എതിരെയുള്ളതായിരുന്നു. തങ്ങളുടെ വിജയത്തിനായി ഏത് നിയമത്തെയും തങ്ങൾ ധിഖരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏലിയാമ്മ അമ്മച്ചിക്ക് തുമ്പോൺ ഭദ്രാസന ദേവാലയത്തിലെ ശവസംസ്കരയിൽ അടക്കം ചെയ്യപ്പെടണമെന്നുള്ള ആഗ്രഹം തൃണവൽക്കരിച്ചുകൊണ്ട് മാർച്ച് 28 ഉച്ചയോടുകൂടി അമ്മച്ചിയുടെ മൃതശരീരം ചാപ്പലിലെ ശുശ്രൂഷകൾക്ക് ശേഷം തുമ്പോണിൽ കൊണ്ടുവരാതെ നേരെ ബേസിൽ അരമനയിൽ കൊണ്ട് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ആ വിലാപയാത്രയിൽ അകമ്പടി സേവിച്ചിരുന്ന മൈക്കുവെച്ച വാഹനം പത്തനംതിട്ടയ്ക്ക് പോകാതെ നെയ്യാപുര തുജി തിരിച്ചയക്കുകയും അമ്മച്ചിയുടെ മൃതശരീരം പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്ന ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആരെയും അറിയിക്കാതെ ആണ് ആ കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്തത്. ഇതിന് ഉത്തരവാദി ആരാണ്? 2015 ജൂൺ മാസം 25 വ്യാഴാഴ്ച വെളുപ്പിനെ വിഭജനവാദികളുടെ നേതാവും തുമ്പോൺ വെല്ലുവിളിയിലെ ഇടവാങ്ങുമായ മണ്ണിൽ ഷിബു വർഗീസ് നിര്യാതനായി. മരണവാർത്ത തുമ്പോണിൽ എല്ലാവരും ദുഃഖമുളവാക്കി. എന്നാൽ അതോടൊപ്പം ആശങ്കയും. വയലമ്പടിഞ്ഞാറ് വിഭജനവാദികളുടെ നേതൃത്വത്തിനുള്ള ആളായിരുന്ന ശ്രീ ഷിബു വർഗീസിന്റെ സംസ്കാരം പത്തനംതിട്ട ബേസിൽ ദേറയിലായിരിക്കുമെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. കാരണം കാഞ്ഞിക്കൽ ഏലിയാമ്മ വർഗീസ് മരണപ്പെട്ടപ്പോൾ ഉണ്ടായ കോടതി വിധി അംഗീകരിക്കാതെ തുമ്പോൺ വലിയവള്ളിയുടെ സെമിത്തേരി ഞങ്ങൾക്ക് വേണ്ട ദാർഷ്ട്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് അടൂർ ഡിവൈഎസ്പിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാണ് പത്തനംതിട്ടയിൽ കൊണ്ടടക്കിയത്. ആ വിധി തന്നെ നിലവിളിക്കുകയുമാണ്. സഭാ നേതൃത്വം ഷിബു എന്ന ചെറുപ്പക്കാരനെ അതുപോലെ പത്തനംതിട്ടയിൽ കൊണ്ടടക്കുകയാണെങ്കിൽ എത്ര ക്രൂരതയാണ് എന്ന് ഇടവജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 27 ഭദ്രാസന സെക്രട്ടറിയും കളക്ടറേറ്റിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ തുമ്പോൺ വലിയപള്ളി ഭരണസമിതിയെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവിടെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഏലിയാമ്മ വർഗീസിന്റെ ശവസംസ്കാര സമയത്ത് വലിയപള്ളിക്ക് അനുകൂലമുണ്ടായ കോടതി വിധി പ്രകാരം സ്വന്തമായ സെമിത്തേരി ഉണ്ടാകുന്നവരെയോ നിലവിലുള്ള കോടതി വിധി നിലനിൽക്കുന്നവരെയോ പള്ളിയുടെ വരുമാനം ഒടുക്കി സംസ്കാരം നടത്തുവാൻ സംബന്ധിച്ച് ഭദ്രാസന സെക്രട്ടറി ഫാദർ ടൈറ്റസ് ജോർജും അദ്ദേഹത്തോടൊപ്പം വന്ന ഫാദർ ജോൺ വർഗീസും കൗൺസിൽ അംഗം ജേക്കബ് ജോർജ് എന്നിവരും ഇടവകയെ പ്രതിനിധീകരിച്ച വികാരി ഫാദർ സൗമ്യൽ ജോൺ തേവത്തുമണ്ണിലും ട്രസ്റ്റി KV വാവു എന്നിവരും ഒപ്പിട്ട് ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. തുമ്പോൺ പള്ളി ഒരിക്കലും ഇടവിഭജനത്തിന് എതിരല്ല. വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനായി 30ഓളം വീട്ടുകാർക്ക് വേണ്ടി 180ഓളം ഭവനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നിരാകരിച്ചുകൊണ്ട് ഒരു ഇടവ് രൂപീകരിക്കുകയും അത് തെറ്റ് എന്ന സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിനെ സാക്ഷീകരിക്കുന്നതിനായി ശ്രമിക്കുന്ന ചില വൈദികരുടെയും ഭദ്രാസന നേതൃത്വം ചില വ്യക്തികളുടെയും താല്പര്യങ്ങൾക്ക് എതിരാണ് മാത്രം. അതിനുവേണ്ടിയാണ് അവർ പരിശുദ്ധ ബാവാ തിരുമേനിയും അഭിമന്യ തിരുമേനിമാരെയും കരുവാക്കിക്കൊണ്ട് അത് സാക്ഷീകരിക്കുന്നതിനായി ഈ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളിക്കുകയുണ്ടായത്. ഇങ്ങനെയുള്ള വൈദികരെയും വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.